ഹായ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും റമദാൻ മുബാരക്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ റമദാനിന് മുൻപേ നടത്തിയിട്ടുള്ള ഷോപ്പിങ്ങും ഓർഗനൈസിങ്ങും ക്ലീനിങ്ങും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു റാൻഡം വീഡിയോ. കൂടാതെ ഞാൻ ഇതിലൊരു ചെറിയൊരു ക്യാരറ്റ് ഹൽവയുടെ ഒരു റെസിപ്പി കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വീക്കെൻഡ് മുതലാണ് നമ്മൾ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വീക്കെൻഡിൽ ചെറിയ ആൾ വളരെ നേരത്തെ തന്നെ എഴുന്നേൽക്കും. അപ്പോൾ ആളെയും കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് നടക്കാൻ പോയി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വരികയാണ്. ഇനി നമുക്ക് കുറച്ച് ഷോപ്പിങ്ങിന് പോകാനുണ്ട്. അപ്പോൾ ആളെ വീട്ടിലാക്കിയിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് തന്നെ അജ്മാനിലോട്ടാണ് പോയത്. അവിടെ ഒരു പ്ലാൻ മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ചിക്കൻ മീറ്റൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഫ്രഷ് ചിക്കനൊക്കെ കിട്ടുന്ന ഒരു മാർക്കറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ അവിടെ പോയിട്ട് എനിക്കൊരു ബൊഗെയിൻവില്ല പ്ലാന്റ് വേണമായിരുന്നു. എൻ്റെ പ്ലാന്റ് ഫുള്ള് കേടായിപ്പോയി. അപ്പോൾ ഒരു ബൊഗെയിൻവില്ല വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാണ് നമുക്ക് ഫ്രഷ് മീറ്റൊക്കെ കിട്ടുന്ന ചിക്കനൊക്കെ, നമ്മളെ നാടൻ ചിക്കനൊക്കെ കിട്ടുന്ന മാർക്കറ്റ്. അപ്പോൾ അവിടെ പോയി അതൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ അറബ്സിൻ്റെയൊക്കെ അവർ ഈ വിൻ്ററൊക്കെ ആകുമ്പം യൂസ് ചെയ്യുന്ന കുറേ ഈ ചായയുടെ കിറ്റിൽസും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഷോപ്പിലുണ്ട്. അപ്പം ഞാനൊരു കിറ്റിൽ നോക്കിയിട്ട് കുറേ ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ പോയപ്പോൾ ഇവിടെ പണ്ട് അത്യാവശ്യം പ്രൈസൊക്കെ നമുക്ക് റീസണബിളായിരുന്നു. ഇപ്പം ഭയങ്കര പ്രൈസി, അതും ആ സാധനത്തിന് അത്ര ക്വാളിറ്റിയും തോന്നിയില്ല. അപ്പോൾ പിന്നെ ഞാൻ ഉദ്ദേശിച്ച സാധനമൊന്നും കിട്ടിയില്ല. പക്ഷേ വേറെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ കിട്ടി. അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ച് ഇനി നമുക്ക് കുറച്ചൊരു ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ലുലുവിലേക്ക് പോവാം. അങ്ങനെ ഞാൻ റമദാനിന് മുൻപേ ഭയങ്കര ബൾക്കായിട്ടുള്ള സാധനങ്ങൾ കുറേ വാങ്ങിച്ചിട്ട് സ്റ്റോർ ചെയ്യൊന്നും ചെയ്യാറില്ല. അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിക്കും, അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ നമുക്കിവിടെ ഷോപ്സൊക്കെ അടുത്താണ്, പിന്നെ ഹോം ഡെലിവറി സർവീസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഭയങ്കര ഒരു കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഞാനങ്ങനെ സ്റ്റോക്ക് ചെയ്യാറില്ല. നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കും. അപ്പോൾ ഇപ്പം ഞാൻ കോഫി ബീൻസ് ഇവിടെ നിന്ന് തന്നെ ഇവർ നമുക്ക് ഗ്രൈൻഡ് ചെയ്തിട്ട് തരും. അപ്പം അത് ചെയ്തിട്ട് വാങ്ങിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇനിയിപ്പോൾ നമുക്ക് ബില്ല് ചെയ്തിട്ട് പതുക്കെ വീട്ടിലോട്ട് പോവാം. ഇനി നമുക്കൊരു കുഞ്ഞ് റെസിപ്പി കാണാം. അപ്പം റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരറ്റ് ഹൽവയാണ്. ഇവിടെ വിൻ്റർ ആകുമ്പോൾ നമുക്ക് ഇന്ത്യൻ ക്യാരറ്റ്സും കിട്ടും. ഇന്ത്യൻ ക്യാരറ്റ്സ് എന്ന് പറയുമ്പോൾ നല്ല റെഡ് കളറായിരിക്കും. വേറെ തന്നെ നമ്മൾ ഓസ്ട്രേലിയൻ ക്യാരറ്റ്സിന് അതൊക്കെ ഒരു ഓറഞ്ച് കളറായിരിക്കും ഉണ്ടാവുക. ഇന്ത്യൻ ക്യാരറ്റ്സ് കുറച്ചും കൂടി വലുതുമായിരിക്കും, കളറിൽ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുമ്പം ഇന്ത്യൻ ക്യാരറ്റ്സ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റും ടെക്സ്ചറും എല്ലാം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ ഞാൻ എല്ലാ സീസണിലും ഈ ഒരു ക്യാരറ്റ് കിട്ടുന്ന സമയത്ത് കുറച്ച് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാറുണ്ട്. അപ്പം ഇന്നും നമ്മളതാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് വീക്ക് കുറച്ചുകൂടെ ക്യാരറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്തവണ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഒരു 2-3 കൂടെ എക്സ്ട്രാ എടുത്തു. നമ്മൾ ഏതായാലും ഉണ്ടാക്കില്ലേ. അപ്പോൾ ക്യാരറ്റ്സ് എല്ലാം ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് കുറച്ച് ഗീ കൂടെ ചേർത്തിട്ട് നമ്മളിങ്ങനെ വഴറ്റിയെടുക്കില്ല, അതുപോലെ വഴറ്റിയെടുക്കുക. ഈ സമയത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല. അതിന് ശേഷം അതൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് നന്നായിട്ട് നെയ്യിൽ വഴറ്റി കഴിഞ്ഞ ശേഷം നമുക്കിതിലോട്ട് വേവിക്കാൻ ആവശ്യത്തിനുള്ള പാല് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 6-7 ക്യാരറ്റ്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ഞാൻ 2 കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് പാല് ചേർത്തെടുത്തിട്ട് അത് അത്യാവശ്യം ഒന്ന് കുക്കായിട്ട് വരുന്ന സമയത്ത് പാലൊക്കെ ഒന്ന് വറ്റി, ക്യാരറ്റൊന്നും കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്താണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തത്. പഞ്ചസാര ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഒന്നുകൂടെ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ കുറച്ച് വാട്ടറി പോലെയാകും. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് ഏലക്കായ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് പൊടിച്ചത് ചേർത്ത് കൊടുത്തു. ഇതൊക്കെ ലാസ്റ്റിലോട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോഴും ഇതിൽ അത്യാവശ്യം വെള്ളം നിങ്ങൾക്ക് കാണാം. ഇനി ഇതിലോട്ട് നമുക്ക് മാവ കോയ എന്നൊക്കെ പറയുന്ന ആ സാധനം ചേർത്ത് കൊടുക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ പാല് നമ്മൾ കുറേ സമയം ബോയിൽ ചെയ്തിട്ട് വറ്റിച്ചിട്ടെടുക്കുന്ന സംഭവത്തിനെയാണ് നമ്മൾ കോയ എന്ന് പറയുക. പക്ഷേ ആ ഒരു സാധനം നമുക്ക് ഇത്രയും ഭയങ്കര ലോങ് പ്രോസസ്സാണ്. അപ്പോൾ ഞാനിത് ഈസി ആയിട്ട്
നമുക്ക് വീട്ടിലുള്ള കുറച്ച് പാലും പാൽപ്പൊടിയൊക്കെ വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. പിന്നെ ഈ ഒരു കാഷ്യൂനട്ട് നമ്മൾ ഫസ്റ്റ് നെയ്യിടുന്ന സമയത്ത് നെയ്യിലൊന്ന് വറുത്ത് കോരി മാറ്റി വെച്ചതാണ്. അപ്പോൾ ഞാനത് ഫസ്റ്റ് പറയാൻ വേണ്ടി മറന്നു. അതുകൂടെ ചേർത്ത് കൊടുക്കുക, മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പം പാനിൽ നിന്ന് ഈ ഒരു വിട്ട് വരുന്ന ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ബാക്കിയുള്ള എന്തെങ്കിലും വെള്ളം പോലെയൊക്കെ ഉള്ളത് അത് കുറച്ച് ചൂടൊക്കെ ഒന്ന് മാറുമ്പോൾ റെഡി ആയിക്കോളും. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ക്ലീനിങ്ങിലോട്ട് പോവാം. ഡ്രസ്സിങ് ടേബിൾസിൽ നമ്മൾ നോർമൽ വെക്കുന്ന പോലെ പെർഫ്യൂംസും ക്രീംസും നമ്മുടെ ബേസിക് മേക്കപ്പ് ഐറ്റംസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ മിക്കവാറും ക്ലീൻ ചെയ്തിട്ടൊക്കെയാണ് വെക്കാറ്. പക്ഷേ നമ്മൾ വീക്കെൻഡിലൊക്കെ എവിടെയെങ്കിലും പുറത്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും അവിടെ വെക്കേണ്ടത് ഇവിടെ അങ്ങനെ മിസ്പ്ലേസ് ആയിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് വെക്കാം. ഈ ടേബിളിൻ്റെ ഉള്ളിൽ ഞാൻ ക്രീംസും സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ബീച്ച് കളർ ആ ഒരു ബോക്സസ് ഞാൻ ഐക്യന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. 2 തരോ 3 തരോ മറ്റോ ആയിരുന്നു. പിന്നെ ആ ഹോൾഡേഴ്സ് എല്ലാം നമ്മൾ ലിപ്സ്റ്റിക്സ് ഒക്കെ വെക്കുന്ന ഹോൾഡേഴ്സ് സെൻറ്റർ പോയിൻറ്റിൽ കിട്ടും. അതും ആമസോണിലും എല്ലാം ഉണ്ട്. സെൻറ്റർ പോയിൻറ്റിൽ ചില സമയത്ത് അതിന് ഓഫർ പ്രൈസിൽ കാണാറുണ്ട്. അതൊക്കെ അവിടെ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ നമ്മുടെ അറേഞ്ചിങ് പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് വാർഡ്രോബൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാനുണ്ട്. വാർഡ്രോബെല്ലാം ഞാൻ ഒക്കെ ഇപ്പോൾ അതാ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു വീക്കെൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാർഡ്രോബെല്ലാം അങ്ങടും ഇങ്ങടൊക്കെ ആവും. ചിലപ്പോൾ നമുക്ക് ഏറ്റവും താഴെയുള്ള ഡ്രസ്സോ ഒക്കെ ആയിരിക്കും വേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ എല്ലാം അങ്ങടും ഇങ്ങടും ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടെടുക്കാം. അബായാസും നമ്മുടെ ലോങ് ഗൗണ് സാധനങ്ങളെല്ലാം ഞാൻ ഹാങ് ചെയ്തിട്ടാണ് എപ്പോഴും ഇടാറ്. അബായ നമ്മൾ ഹാങ് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പം വോക്കും കാര്യങ്ങളൊക്കെ വരുന്നതാണെങ്കിൽ ആ ഭാഗത്ത് ഇങ്ങനെ ചുളിഞ്ഞ് പിന്നെ നമുക്ക് പിന്നെ അയൺ ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പണിയായിരിക്കും. അപ്പോൾ ഞാനെപ്പോഴും ഇതുപോലെ ഹാങ് ചെയ്തിട്ടിടാറാണ്. അപ്പം ഇതൊരു സെറ്റ് ഞാൻ ഹാങ്ങർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ പഴയ ഹാങ്ങറൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഈ ഹാങ്ങറിൽ ഹാങ് ചെയ്തിട്ട് വെക്കാം. ഞാനിങ്ങനെ ഹാങ് ചെയ്തിട്ടിടുന്ന അബായയും ഡ്രസ്സസും ഒന്നും ഞാൻ അയൺ ചെയ്യാറില്ല. അയൺ ചെയ്തിട്ട് ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ ലോണ്ടറി കൊടുത്തിട്ട് അയണൊക്കെ ചെയ്തിട്ട് വെക്കാറുണ്ടായിരുന്നു. പുറത്ത് പോകുമ്പോൾ നമുക്ക് ഈസി അല്ലേ, വേഗം തന്നെ എടുത്തിട്ടിട്ട് പോകാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ ചില സമയത്ത് അതിൻ്റെ താഴെയൊക്കെ ചില സമയത്ത് അതുപോലെ ഹാൻഡ് നമ്മുടെ കൈയുടെ സ്ലീവിൻ്റെ സൈഡൊക്കെ ചിലപ്പോൾ ചുളിഞ്ഞിട്ടിരിക്കും. അപ്പോൾ അത് പിന്നെയും അയൺ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ ആ പണി ചെയ്യാറില്ല. ജസ്റ്റ് ഇങ്ങനെ അലക്കി കൊണ്ടുവന്നിട്ട് ഹാങ് ചെയ്തിട്ടിടും. ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഞാൻ എൻ്റെ കുറച്ച് ലോങ് ടോപ്സും ബാക്കി ജീൻസും കാര്യങ്ങളൊക്കെയാണ് ആ സൈഡിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ഇതാ ഈ ഒരു സാധനം, ഇത് നമ്മൾ ഐക്യന്ന് വാങ്ങിച്ചതാണ്. ഇത് ഡ്രസ്സിന് നല്ല സ്മെല്ല് കൊടുക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല. അത് വെച്ച് കഴിയുന്ന ആ ഒരു 2 ദിവസമൊക്കെ കുഴപ്പമില്ലാത്തൊരു സ്മെല്ലുണ്ടാകും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇതുമില്ല. ഞാനത് ഇനി റീപർച്ചേസ് ചെയ്യുന്നില്ല. ഓൾറെഡി ഞാൻ 2-3 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ അവിടെ വെച്ചത്. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ബെഡും ഫ്ലോറൊക്കെ ഒന്ന് വാക്യൂം ചെയ്തിട്ടെടുക്കണം. അതൊക്കെ ചെയ്ത് കഴിഞ്ഞു. ക്ലീനിങ്ങൊക്കെ ഏകദേശം ഒന്ന് സെറ്റായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് പതുക്കെ പുറത്ത് ചാടിയിട്ടുണ്ട്. നമുക്കൊരു കോഫിയൊക്കെ കുടിച്ചിട്ട് ഒന്ന് റീചാർജ് ആവാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് ഷാർജയിൽ ഓൾഡ് ബുക്സിൻ്റെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. അവിടേക്കാണ് പോകുന്നത്. അവിടെ പോയിട്ട് നമുക്ക് ബുക്സ് എല്ലാം വാങ്ങിക്കാം. നമുക്ക് പറ്റുന്ന ബുക്സ് ഉണ്ടോ എന്ന് നോക്കാം. അവിടെ മെയിൻലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറബിക് അങ്ങനത്തെ കുറച്ച് ബുക്സ്, പിന്നെ ഈ നമ്മൾ വലിയ ഡിഗ്രീസിൻ്റെയൊക്കെ ബുക്സ് ഇല്ലേ, ആർക്കിടെക്ചർ അങ്ങനെ ഉള്ള കുറച്ച് ബുക്സാണ് അവിടെ മെയിൻലി ഉണ്ടാവാറ്. ഇന്ത്യൻ ഓതേഴ്സിൻ്റെയും നമ്മൾ വിചാരിക്കുന്ന ചില ബുക്സൊന്നും അവിടെ അങ്ങനെ ഉണ്ടാവാറില്ല. പിന്നെ നമ്മൾക്ക് പഠിക്കുന്ന ഡിഗ്രി ബേസ്ഡ് ബുക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അവിടെ മോസ്റ്റ്ലി നമുക്ക് കാണാറ്. പിന്നെ കുറച്ചൊക്കെ നമുക്ക് തപ്പിക്കഴിഞ്ഞാൽ കുറച്ച് കുക്കറി ബുക്സൊക്കെ ഇന്ത്യൻ ഓതേഴ്സിൻ്റെ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലെത്തി. ഇത് നെക്സ്റ്റ് ഡേ ആണ്. വിൻ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്കൈ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും എപ്പോഴും. അപ്പോൾ ഞാനൊരു കുഞ്ഞ് ടൈം ലാപ്സ് വീഡിയോ എടുത്തതാണത്. അപ്പോൾ നമ്മൾക്ക് ഇനി രാവിലെ തന്നെ നമ്മളുടെ ഗ്രോസറി സാധനങ്ങളെല്ലാം തക്കാളി, പച്ചമുളക് അതുപോലെയുള്ള സാധനങ്ങളെല്ലാം
നമുക്കൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വെക്കാം. ഇപ്പം ഫ്രൂട്ട്സൊക്കെ ഞാൻ വാങ്ങിച്ചത് വീക്കെൻഡിൽ വാങ്ങിക്കുന്നത് മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ടുള്ള വെള്ളത്തിൽ കഴുകി അതൊരു ടിഷ്യൂ പേപ്പറിലൊന്ന് ഡ്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടാണ് ഞാനത് എപ്പോഴും ഫ്രിഡ്ജിലോട്ട് വെക്കാറ്. അപ്പോൾ പിന്നെ നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് എളുപ്പത്തിൽ എടുത്തിട്ട് യൂസ് ചെയ്യാമല്ലോ. അങ്ങനെ ഫ്രൂട്ട്സും അതുപോലെ തന്നെ വാഷ് ചെയ്തിട്ട് ഡ്രൈ ചെയ്തിട്ട് വെക്കും. ഇതിനിടയ്ക്ക് നമ്മളൊന്ന് ഇന്നലെ കാർഫോറിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഈ ഒരു ഹണി കേക്കിന് ഓഫർ കണ്ടു. അപ്പോൾ അതൊന്ന് വാങ്ങിച്ചു. ഡയറ്റ് എടുത്ത് നന്നാവണമെന്ന് വിചാരിക്കുന്ന സമയത്തെല്ലാം ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാകും. അത് വാങ്ങിച്ചു. അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് വെക്കുകയാണ്. കുറച്ച് സ്നാക്സൊക്കെ ഉണ്ട്. ഇതൊക്കെ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ തന്നെ തീരും. ഇങ്ങനെ എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിരുന്നാലും നമുക്ക് എടുത്ത് വയ്ക്കാം. ലുലുവിന് ഇതുപോലെ തന്നെ എനിക്ക് ഓഫർ പ്രൈസിനാണ് ആ ഒരു ക്യാൻഡി കെയിൻസ് കിട്ടിയത്. ഇത് എല്ലാം സിംഗിൾ പാക്കിൽ വരുന്ന എല്ലാം സിംഗിളായിട്ട് പാക്ക് ചെയ്തിട്ടുള്ള ക്യാൻഡി കെയിൻസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പാക്കറ്റ് പൊളിച്ച് കഴിഞ്ഞാലും അത് കേടാവൊന്നുമില്ല. ഇതുപോലെ ഒരു ഗ്ലാസ് ജാറിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് ഹോട്ട് ചോക്ലേറ്റിൻ്റെ കൂടെ ക്യാൻഡി കെയിൻസ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഹോട്ട് ചോക്ലേറ്റ് നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റി നമ്മളെപ്പോഴും ഉണ്ടാക്കുകയൊന്നുമില്ല. എന്നിരുന്നാലും ഞാനത് ആ ഒരു പ്രൈസിന് കണ്ടപ്പോൾ, കാരണം അല്ലാത്ത സമയത്ത് ഭയങ്കര പ്രൈസിയാണ്, അപ്പോൾ അത് കണ്ടപ്പോൾ വാങ്ങിച്ചു. ഫ്രിഡ്ജൊക്കെ ഞാൻ വീക്കെൻഡിൽ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ഞാൻ ഒരു ദിവസം എടുത്ത ക്ലീനിങ് അല്ല. ഫ്രിഡ്ജ് ഒരു ദിവസം അങ്ങനെ എന്താ പറയുക ഡിവൈഡ് ചെയ്തിട്ട് ചെയ്തതാണ്. കാരണം ഒരു ദിവസം തന്നെ എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് കുക്കിംഗ് കൂടെ ഉണ്ടാകുമ്പോൾ കഴിയില്ല. അപ്പോൾ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം വീഡിയോ എടുത്ത് ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് റാൻഡമായിട്ട് എടുത്ത കുറച്ച് ക്ലിപ്സാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഗ്ലാസും ബാക്കി ഇങ്ങനത്തെ ഗ്ലാസ് വെയേഴ്സൊക്കെ വെക്കുന്ന കിച്ചൺ കബോർഡ്സ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എല്ലാം ഒന്ന് തുടച്ചെടുത്തിട്ട് ഞാനിതൊന്നും കഴുകാറില്ല. കാരണം ഈ ഗ്ലാസ്സസൊക്കെ ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഭയങ്കര പൊടി പിടിച്ച് കിടക്കുന്നൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ നോമ്പാവുന്ന സമയത്ത് എല്ലാം ഒന്ന് നനഞ്ഞ തുണി വെച്ചിട്ട് തുടച്ചിട്ടാണ് എടുക്കാറ്. ഇവിടെ എനിക്കൊരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഇതിൻ്റെ ഷെൽഫിൻ്റെ ഒക്കെ ഉൾവശം ക്ലീൻ ചെയ്തിട്ടെടുത്തു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിതിൻ്റെ മുകളിൽ ക്ലീൻ ചെയ്തത്. അപ്പം മുകളിൽ ക്ലീൻ ചെയ്തപ്പോൾ കുറച്ച് വെള്ളമൊക്കെ അതിൻ്റെ സൈഡിലൂടെ ഗ്യാപ്പിലൂടെ ഒക്കെ ഇറങ്ങി ഇതിൻ്റെ ഉള്ളിലായി. എന്നിട്ടത് വീണ്ടും രണ്ടാമതും ക്ലീൻ ചെയ്യേണ്ടി വന്നു. ഈ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ കുറേ ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതൊന്ന് പാർട്ട് 1, 2 എന്നുള്ള പോലെയാണ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാക്കി ക്ലീനിങ്ങും എല്ലാ പരിപാടികളും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഈവനിങ് ആയി. എനിക്ക് ബാൽക്കണി ഒന്ന് അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പ്രെയർ ടൈമൊക്കെ ആയി. അപ്പോൾ പിന്നെ ഞാനത് അവിടെ തന്നെ വെച്ചു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി കാണാം. അപ്പോൾ ബൈ.